ഇതാണ് വിശ്വാസിനികളെ റംബൂട്ടാൻ തീറ്റാൻ നടക്കുന്ന ഷൈജു പാതിരി. ഓർത്തഡോക്സ് സഭയിലെ നിലയ്ക്കൽ ഭദ്രാസനത്തിലെ ഞരമ്പ് രോഗിയായ ആഭാസൻ കത്തനാരെ ഒരു പെണ്ണുകേസിൽപ്പെട്ടും പള്ളിമുറ്റത്തിട്ട് അടിക്കുവാൻ പിടിച്ച ജോസഫ് എന്ന ഓർത്തഡോക്സ് സഭാംഗത്തിൻ്റെ വാക്കുകൾ കേൾക്കുക. ഈ മുതലിനാണ് BJP-ക്കാർ ഇവൻ ആരാണെന്നറിയാതെ ഇന്ന് മെമ്പർഷിപ്പ് കൊടുത്തത്. ഇടതിനും വലതിനും ക്രിസ്ത്യാനികൾക്ക് വോട്ട് ചെയ്യാമെങ്കിൽ, അവരുടെ നേതാക്കൾക്ക് അരമന വഴി നിരങ്ങാമെങ്കിൽ BJP-യോട് അകലം പാലിക്കേണ്ടുന്ന യാതൊരു ആവശ്യവുമില്ല. മോദിയുടെ കരുത്തിൽ ഇന്ത്യ തിളങ്ങുമ്പോൾ അവസരവാദികളായ ആഭാസന്മാർ പ്രാണരക്ഷാർത്ഥം BJP ലക്ഷ്യമാക്കി വരുമ്പോൾ ഇത്തരം അമേദ്യങ്ങളെ അരിച്ചു കളഞ്ഞില്ലെങ്കിൽ അത് പാർട്ടിയുടെ വളർച്ചയെ മുരടിപ്പിക്കും എന്നോർക്കുക. ഈ പാതിരി ആരാണെന്ന് ഇനി ഓർത്തഡോക്സുകാരനായ ജോസഫ് പറയും. ഈ പാതിരിയെക്കുറിച്ചുള്ള തരികടകളുടെ മലവെള്ളപ്പാച്ചിലാണ് വരുവാനിരിക്കുന്നത്. ഷൈജു കുര്യൻ അച്ഛനിരിക്കുന്ന ഈ പള്ളിയിൽ അബുദാബിയിൽ നിന്ന് വന്ന എൻ്റെ ഒരു സുഹൃത്ത്, ഒരു ഫാമിലി. അപ്പം ഹസ്ബൻഡ് ഇപ്പോഴും അവിടെ തന്നെയാണ്. ഭാര്യ ഇവിടെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി അവർ നാട്ടിൽ നിന്നു. അപ്പോൾ അവരുടെ ഒരു ചെറിയ വീട്ടിലെ ഒരു ചെറിയ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഷൈജു കുര്യൻ അച്ഛന് ഇടപെടേണ്ടി വന്നു. ഇടപെട്ട് കഴിഞ്ഞതിന് ശേഷം ഇയാളുടെ ഇടപെടലും സംസാരവും എല്ലാം മറ്റൊരു രീതിയിലായി. എന്ന് പറഞ്ഞാൽ ഈ കൊച്ചിനെ സെക്ഷുവലി പുള്ളിക്ക് വേണം. അതിനുവേണ്ടി പല രീതിയിൽ എന്തൊക്കെ പറയാമോ അതെല്ലാം പറഞ്ഞ് ഇവളെ ആവുന്നത് വളയ്ക്കാൻ നോക്കി. ഇവരുടെ ആദ്യ സംഭാഷണത്തിൽ എപ്പോഴോ ഷൈജു കുര്യനോട് പറഞ്ഞു, അബുദാബി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അച്ഛനറിയാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം ഷൈജു കുര്യൻ പറഞ്ഞു, അയ്യോ അവനറിയില്ലേ, അവനോട് പറയല്ലേ എന്നൊക്കെ ആദ്യം പറഞ്ഞു, ഞാനിങ്ങനെ വിളിക്കുന്നു എന്നൊക്കെ. ഒരു സമയം കഴിഞ്ഞപ്പോൾ അങ്ങ് ശല്യം കൂടിക്കഴിഞ്ഞപ്പം, എന്ന് വെച്ചാൽ ഇവളെ സെക്സ് ചെയ്യാൻ വേണ്ടി ഷൈജു കുര്യൻ വിളിക്കുകയാണ്. അയാൾക്ക് കോഴഞ്ചേരിയിൽ വീടുണ്ട്, അവിടെ വാ, ഞാൻ വീട് കാണിക്കാം, ഞാൻ ഒറ്റ കൂട്ടിക്കൊണ്ട് പോകാം, പിന്നെ അവൾക്ക് എന്തോ ബിസിനസ് ചെയ്യാം, പൈസ വേണോ അയാൾ കൊടുക്കാം, കാറ് വേണോ അത് അയാൾ എടുത്തു തരാം, പക്ഷേ എൻ്റെ കൂടെ എനിക്ക് സ്നേഹം വേണം, എൻ്റെ കൂടെ നിൽക്കണം, ഞാനൊരു അച്ഛനാണ്, എനിക്ക് ഒത്തിരി സ്നേഹം വേണം, ഇങ്ങനെയൊക്കെ പറഞ്ഞു ഓരോ. പിന്നെ ഡബിൾ മീനിങ്ങിലുള്ള പല വർത്തമാനങ്ങൾ. റംബൂട്ടാൻ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് പുറമേ ഇങ്ങനെ വേറെ രീതിയിലുണ്ടെങ്കിലും അത് അകത്ത് ഭയങ്കര നല്ല മധുരമാണ്, അത് കഴിച്ചു നോക്കിയാലേ അറിയത്തുള്ളൂ, വേണോന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ആ ഒരു പന്ന വർത്തമാനം ഇയാൾ ഒരുപാട് കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞു. ഇതെല്ലാം അവൾ എൻ്റെ അടുത്ത് ഇൻഫോം ചെയ്തു. അങ്ങനെ ഒരു സമയത്ത് സഹി കേട്ട് കഴിഞ്ഞപ്പോൾ ഇവൾ പറഞ്ഞു, ഞാൻ മച്ചാൻ പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇയാൾ പറയാ, അവനെ എനിക്ക് കൊച്ചിലേ മുതലേ അറിയാം, അവൻ എന്നെ ഒരു ചുക്കം ചെയ്യാനില്ല, ഞാൻ ആരാന്ന് അവൻ അറിയത്തില്ല, അതായതാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ഒരു രീതിയിലൊരു പ്രകടനം. ആദ്യം അവൻ്റെ അടുത്ത് പറയല്ലേ എന്ന് പറഞ്ഞു. അവൾ പറയുമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ഡയലോഗ്. ആ പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഇദ്ദേഹത്തെ എൻ്റെ കയ്യിൽ ഇങ്ങനെ കിട്ടി. അതെപ്പോഴെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ നടുനോയമ്പിന് മാക്കാങ്കുന്ന് പള്ളിയുടെ മുറ്റത്ത് വെച്ച് കിട്ടി. അതുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. ഞാൻ ഉച്ചനമസ്കാരം കഴിഞ്ഞ് എല്ലാവരും കഞ്ഞി കുടിക്കാൻ അങ്ങോട്ട് പോയപ്പോൾ ഞാനും പുറകെ കൂടി. തോളത്ത് കൈയിട്ട് വിളിച്ച് ഇങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, അച്ഛാന്ന് വിളിച്ച നാക്കുകൊണ്ട് എന്നെ കൊണ്ട് വേറൊന്നും വിളിപ്പിക്കരുത്, വിളിക്കാൻ എനിക്ക് യാതൊരു മടിയില്ല. അപ്പോൾ ചോദിച്ചു, എന്തോ പറ്റി, എന്തോ അച്ഛൻ ഒരാളോട് പറഞ്ഞില്ലയോ ഞാനൊരു ചുക്കും ചെയ്യത്തില്ല, ചുക്ക് ചെയ്യുന്നത് കാണണമെന്ന് ചോദിച്ചു, ഇപ്പം കാണണമെന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞ്, ഈ തൊപ്പി എടുത്ത് ഞാൻ എന്താണ്ട് താഴോട്ട് എറിയാൻ പോവുക, ഈ കാണുന്ന ജനങ്ങൾ മൊത്തം എൻ്റെ അടുത്ത് ചോദിക്കും, നീ എന്ത് നെറികേടായി കാണിക്കുന്നതെന്ന്. ഞാൻ പറയും, ഈ തൊപ്പി വെക്കാനുള്ള യോഗ്യത ഇയാൾക്കില്ല, ഇയാൾ സഭയിലെ ജനങ്ങളെ ചൂഷണം ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നവനാണ്, എന്തായാലും ഇയാളുടെ ക്യാരക്ടർ എല്ലാവർക്കും അറിയാമേ, അപ്പം ഞാൻ പറയുന്നതും കുറച്ച് പേര് വിശ്വസിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആകപ്പാടെ ഇതായി. അപ്പോഴത്തേക്കിന് ഇയാൾ അപ്പോൾ ആരെ പറ്റിയാണ് പറയുന്നത്, എന്താ പറയുന്നതെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇയാൾക്ക് അറിയത്തില്ലയോ ആരെ പറ്റിയാണ് പറയുന്നതെന്ന്. നെറുകേടും പറഞ്ഞിട്ട് അതായത് ഞാൻ കുറേ സംസാരിച്ചു. അത് കഴിഞ്ഞപ്പം പ്ലേറ്റ് അങ്ങ് മാറ്റി. ഷൈജു ഇവരുടെയൊക്കെ ഒരു ഒത്തിരി നമ്പറുകളുണ്ട്, ഇല്ല പട്ടി മോങ്ങുന്ന പോലെ നിന്നങ്ങ് പിന്നെ കരയുമല്ല, അഭിനയിക്കുക. അങ്ങനെ അല്ലാതെ ഇയാൾ കരയുമൊന്നുമല്ലെന്ന് എനിക്കും മനസ്സിലായി. പക്ഷേ നമുക്ക് ഈ നമ്മുടെ ഒരു നിലവാരം വിട്ടത് താഴാനൊക്കത്തില്ലല്ലോ. ഒരുത്തും പട്ടി കരയുന്ന പോലെ നിന്നൊക്കെ അത്ര നേരം നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, അഭ്യാസം കൂടുതൽ എടുക്കരുത്, അതുകൊണ്ട് മര്യാദയ്ക്ക് പൊക്കോളാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വിട്ടു. ഓക്കെ. അതിനുശേഷം ഇയാളങ്ങ് പോയി. ഇയാൾ കഞ്ഞി കുടിച്ചില്ല. ഞാൻ കണ്ടു ഇയാൾ എങ്ങോട്ട് കഞ്ഞി കുടിക്കാൻ പോകുന്നുണ്ടോ, കുറച്ച് മുന്നോട്ട് നടന്നിട്ട് തിരിച്ചിങ്ങി പോകുന്ന ഇയാൾ ഇറങ്ങിപ്പോയി. പിന്നെ ഞങ്ങൾ പിന്നെ കാണുന്നത് നമ്മുടെ ബിനോജി അച്ഛൻ്റെ ഷമാഷിൻ്റെ അടക്കത്തിൻ്റെ ദിവസമാണ്. അന്ന് എൻ്റെ അടുത്ത് കോംപ്രമൈസിനൊക്കെ വന്നപ്പോഴും ഞാൻ അത്യാവശ്യം രൂക്ഷമായി സംസാരിച്ചു വിട്ടു. എനിവേ, ഞാൻ ഷൈജു കുര്യൻ്റെ കാര്യം പറഞ്ഞതാ. അപ്പം ഷൈജു കുര്യൻ്റെ പല കഥകളുണ്ട്. കുറച്ചാൾ മുമ്പ് പരിമല സെമിനാരിയിൽ ഇയാളായിരുന്നു ധ്യാനം. അപ്പം ഞാൻ ആ സമയത്ത് നോർത്ത് ഇന്ത്യയില, കേരളത്തിലെ ഇല്ല. ധ്യാനത്തിൻ്റെ
ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു ചാനൽ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലോ മറ്റോ കണ്ടപ്പോൾ ഞാൻ അതിനടിയിൽ എഴുതി, ഈ ധ്യാനമൊക്കെ നടത്താൻ ഒരു ജീവിതമുള്ളവൻ വേണ്ടായോ? ഇങ്ങനെ യാതൊരു മോറൽ ലൈഫും ഇല്ലാത്ത ഒരാൾ പരുമലയെ ധ്യാനം നടത്തുന്ന അവിടെ അശുദ്ധി വിതയ്ക്കും, വെള്ള തേച്ച ശവക്കല്ലറ എന്നിവരെയൊക്കെയാണ് വിളിക്കുന്നതെന്നും പറഞ്ഞ് ഞാൻ പരസ്യമായിട്ട് അങ്ങ് എഴുതി. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ പലരും കണ്ടു, പലരും എന്നെ വിളിച്ചു. അതിൽ ഒരു തിരുമേനി ഉണ്ടായിരുന്നു. തിരുമേനിയുടെ ഡ്രൈവർ ഇത് തിരുമേനിയെ കാണിച്ചു. അങ്ങനെ ആ സന്ധ്യയ്ക്ക് എന്നെ തിരുമേനി വിളിക്കുന്നു. സന്ധ്യയിൽ രാത്രിയായി. എൻ്റെ ചോദിച്ചതിൻ്റെ നീ എന്താ ഇങ്ങനെ എഴുതാനുള്ള കാരണം? ഞാനതിൻ്റെ വസ്തുതകളൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, അതൊരു ഈ തിരുമേനിയുടെ പേരും എൻ്റെ അടുത്ത് ചോദിക്കല്ല, പക്ഷെ അച്ഛന് മനസ്സിലാവും, എന്നാൽ പോലും മനസ്സിലാവും. ഇതിനകത്ത് എന്താണ്, ഇയാളുടെ ഭാര്യ വെണ്ണിക്കുളം സ്കൂളിലായിരുന്നു. ഈ വെണ്ണിക്കുളം സ്കൂളിൽ നിന്ന് കംപ്ലൈൻറ്റുകളുടെ ആധിക്യം കൊണ്ട് ഈ കൊച്ചമ്മയെ കാതോലിക്കറ്റ് സ്കൂളിലേക്ക് മാറ്റിയേക്കുക. അത് ഇപ്പോൾ 2 വർഷം ആകുന്നു മാറ്റിയിട്ട്. ആ കംപ്ലൈൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, അവിടുത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സാറുമായിട്ട് ഇവളങ്ങ് വളരെ ഫിസിക്കലി അവർ തമ്മിൽ ട്രെയിനിങ് ആയിരുന്നു. പല സ്ഥലത്ത് ഇവരൊന്നിച്ച് യാത്ര ചെയ്യുകയും ഹോട്ടൽ സ്റ്റേയും ഉൾപ്പെടെയുള്ള പരാതികൾ തെളിവ് ഉൾപ്പെടെ തിരുമേനിക്ക് കണ്ടിന്യൂസ് പരാതികൾ വന്നതിൻ്റെ പേരിലാണ് മാറ്റിയത്. പക്ഷേ അച്ഛനോട് എന്തുകൊണ്ട് മാറ്റുന്നു എന്നൊരു വൈദികനായതുകൊണ്ട് പറഞ്ഞില്ല, ഒരു കുടുംബ പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ. അച്ഛൻ അറിഞ്ഞില്ലേ, അറിയണ്ടെന്ന് വിചാരിച്ചു. ഒരു ദിവസം ഈ ട്രാൻസ്ഫർ വന്നതിന് ശേഷം ഈ കൊച്ചമ്മയും വിളിച്ചുകൊണ്ട് ഈ അച്ഛൻ തിരുമേൻ്റെ അടുത്ത് ചെന്നിട്ട് ഈ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇരുന്ന് അങ്ങ് അത് പറയുക, എന്താ പറഞ്ഞില്ല, പട്ടി മോങ്ങുന്ന പോലെ ഇരുന്ന് മോങ്ങുന്നു. അയ്യോ തിരുമേനി, അത് അവിടെ വെണ്ണിക്കുളമായിരുന്നു നല്ലത്, അങ്ങനെയാ ഇങ്ങനെയാ. അച്ഛനൊന്ന് ആലോചിച്ച് നോക്കിയേ, പ്രക്കാനത്തുള്ള ഒരാളിന് വെണ്ണിക്കുളത്ത് പോകുന്നതാണോ എളുപ്പം, അതോ 3 കിലോമീറ്റർ ഇപ്പുറത്തുള്ള കാതോലിക്കറ്റ് സ്കൂളിൽ പഠിപ്പിക്കുന്നതാണോ എളുപ്പം? അപ്പോൾ ഇവർ ഈ പറയുന്നതിൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്ന് വെച്ചാൽ, ഷൈജു കുര്യന് കൊച്ചമ്മ സമാധാനം കൊടുക്കാത്തത് കൊണ്ട് ഇയാൾ കാല് പിടിക്കാൻ പോയതാ. തിരുമേനി പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് ആശ്വസിപ്പിച്ച് വിട്ടു. ഇപ്പോഴും ഇവിടെ കാതോലിക്കറ്റിലുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും പരിപാടിക്കൊക്കെ അവിടെ പോകുമ്പോൾ കാണാറുമുണ്ട്. അപ്പോൾ ഭാര്യയും ഭർത്താവും ഒരുപോലെ നാട്ടുകാരെയും പറ്റിച്ച് പരസ്പരവും പറ്റിച്ച് ജീവിക്കുന്ന ഒരു ഫ്രോഡ് ഫാമിലിയാണിത്. പിന്നെ ഞാനിതൊക്കെ ഇപ്പോൾ ഉള്ള അറിവുകൾ മാത്രമാണ്. ഒന്നിച്ച് നിൽക്കുന്ന നിങ്ങൾക്കിതിൽ എന്നുവെച്ചാൽ അച്ഛനും മറ്റുള്ളവർക്കെല്ലാം നന്നായിട്ട് ഇദ്ദേഹത്തെ അറിയാം. എന്നാലും എനിക്കുള്ള ഇൻഫർമേഷൻ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്തെന്നേ ഉള്ളൂ. പിന്നെ ഇയാൾ സ്കൂൾ ബോർഡിലും കണ്ടുണ്ടല്ലോ, സ്കൂൾ ബോർഡിൻ്റെ ഏതോ ഒരു ഇതിനകത്തുണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ വെറുതെ കിടന്നങ്ങ് അലയ്ക്കുക. ഇവർക്ക് ആകെ സ്കൂൾ ബോർഡിനെ പറ്റി ഇവർക്കുള്ളത് അഡ്മിഷൻ, പ്രൊമോഷൻ, ട്രാൻസ്ഫർ. ഈ പ്രൊമോഷനും ട്രാൻസ്ഫറും ഒക്കെ ഈ ഓരോ ആളുകളോട് സംസാരിച്ച് സെറ്റ് ചെയ്ത് പൈസയും വാങ്ങിക്കാനോ ഒക്കെയുള്ള തത്രപ്പാടിലൊക്കെ ഇവർ വരുന്നത്. അവരാഗ്രഹിക്കുന്നിടത്ത് കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ള അതിനൊന്നും തിരുമേനി വഴിപ്പെട്ടില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം അങ്ങനെ അവിടെ കിടന്നങ്ങ് അലയ്ക്കും. അച്ഛൻ്റെ സുഹൃത്താണ്. അച്ഛാ കൊള്ളാവുന്ന കൂട്ടൊന്നുമല്ല, അവൻ മഹാ ഫ്രോഡാ. പിന്നെ അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല, എങ്കിലും എൻ്റെ അനുഭവത്തിൽ നിന്നുള്ളത് ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ സുഹൃത്താണെന്ന് ആവാം, കാരണം ഒരു നാട്ടുകാരാണ്, മറ്റു പല സൗഹൃദങ്ങളും അതിനകത്ത് ഇടയ്ക്ക് കാണും. അതായിക്കോട്ടെ, ആ വഴി വിട്ടേര്. അപ്പം അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. ഞാനുള്ളതൊക്കെ ചില വസ്തുതകൾ അറിയാവുന്നത് അച്ഛനോട് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.